ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡസ്ക്രിപ്റ്റയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗിറ്റ് കോയിൻ്റെ ആൽഫ റൗണ്ട് പോപ്പ് ക്വസ്റ്റ് നടക്കുന്നുണ്ട്. അതിലെങ്ങനെ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഗ്യാസ് ഫീസ് പോകും, അതേപോലെ തന്നെ സ്റ്റേബിൾ കോയിൻസ് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ. ഇത് ഏതാണ്ട് ഗിറ്റ് കോയിൻ ഗ്രാൻഡ്സ് പോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്രാൻഡ്സ് കൊടുക്കുന്ന പ്രൊജക്റ്റുകൾക്ക് ടോക്കൺസ് വരുമ്പോൾ അവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് എയർഡ്രോപ്പ് തരുന്നതാണ്. പക്ഷേ ഇവിടെ ഇതൊരു ക്വസ്റ്റ് പോലെ നടക്കുന്നത്. അവർ 5 ഡിഫറെൻറ്റ് ക്യാമ്പയിൻസ് ആയിട്ടാണ് നടക്കുന്നത്. യൂണിസെഫ്, ഫാൻറ്റം, ഗിറ്റ് കോയിൻ, ഒപ്റ്റിമിസം, അൽക്കെമിക്സ്. അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കാൻ നോക്കുക. മാർച്ച് തീരുന്ന വരെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവും. പക്ഷേ ഓരോന്നിനും സമയം കൊടുത്തിട്ടുണ്ട്. യൂണിസെഫിൻ്റെ പരിപാടി ഇന്ന് ഈ വീഡിയോ ലൈവായിട്ട് കുറച്ച് നേരത്തിനുള്ളിൽ തീരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപാടെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഈ ഒരു 5 പോപ്പുകളും ക്ലെയിം ചെയ്യാൻ നോക്കുക. ക്ലെയിം ചെയ്ത് 5 പോപ്പുകളും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ NFT എയർഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ യൂസ് കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ കിടക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വെബ് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. എന്തോ ഷെല്ലിംഗ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു 5 പോപ്പ് NFT ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യാതിരിക്കരുത്. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. ഞാൻ ഇപ്പോൾ വീണ്ടും എടുത്ത് പറയാണ്, നിങ്ങൾക്ക് ഗ്രാൻഡ്സ് കൊടുക്കേണ്ടി വരും. ആ ഗ്രാൻഡ്സിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡായ് ടോക്കണോ, ഈത്തേറിയമോ, FTM അങ്ങനെ എന്തെങ്കിലും ടോക്കൺസ് ഒക്കെ ആയും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ക്യാമ്പയിൻ അനുസരിച്ചാണ്. ഓൾറെഡി യൂണിസെഫിൻ്റെ ലൈവ് ആണ്, അതിപ്പോൾ തീരാറായി. ഫാൻറ്റത്തിൻ്റെയും ലൈവ് ആണ്. അത് ജനുവരി 2 തീയതി വരെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു 5 NFT ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ യൂണിസെഫിൻ്റെ ഈ ഗ്രാൻഡിൽ പങ്കെടുക്കണം. അപ്പോൾ ഇതിൽ പങ്കെടുക്കാനുള്ള ലിങ്ക്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് യൂണിസെഫിൻ്റെ ഗ്രാൻഡ്സിലേക്ക് കിടക്കാം. യൂണിസെഫിൻ്റെ ഗ്രാൻഡിൽ ഏകദേശം 10 പ്രൊജക്റ്റുകളാണ് ഉള്ളത്. 10 പ്രൊജക്റ്റുകൾക്ക് ഞാൻ കുറച്ച് ഡായ് ടോക്കൺസ് ആണ് കൊടുക്കുന്നത്. ഞാൻ എല്ലാം ആഡ് ടു ഷോർട്ട് ലിസ്റ്റ് എല്ലാം കൊടുക്കുകയാണ്. 10 എണ്ണല്ലേ ഉള്ളൂ. ഇതൊരു $1 വെച്ച് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.01 ഡായും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 10 ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ പോവാണ്. ഇവിടെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. ആഡ് ഓൾ 10 പ്രോജക്ട്സ് ടു ഫൈനൽ ഡൊണേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഡായ് വെച്ചിട്ട് അപ്ലൈ ടു ഓൾ. അപ്പോൾ എല്ലാത്തിനും ഒരു ഡായ് ടോക്കൺ വെച്ച് കൊടുക്കും. 10 ഡായ്. ഇത് നടക്കാൻ പോണത് എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിലാണ്. അപ്പോൾ എത്തേറിയം ഗ്യാസ് ഫീസ് വേറെയും പോകും കേട്ടോ. 10 ഡായ് കൂടാതെ എത്രയും ഗ്യാസ് ഫീസ് വരെ പോകും. സബ്മിറ്റ് യുവർ ഡൊണേഷൻ, 10 ഡായ് കോൺട്രിബ്യൂഷൻ, കൺഫേം, അപ്രൂവിങ് കോൺട്രാക്ട്സ്, കൺഫേം. അപ്പോൾ എനിക്ക് മൊത്തം പോകുന്നത് $0.76 വർത്തായിട്ടുള്ള ഈ ഡായ്ക്ക് അപ്രൂവലിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്മിഷന് വേറെ ഗ്യാസ് ഫീസ് പോകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. ഞാനിപ്പോൾ 10 ഡോയ് ചിലവാക്കിയിട്ടുണ്ട്, പ്ലസ് ഗ്യാസ് ഫീസ് വേറെ. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.01 കൊടുക്കാം, 0.001 ഡായും കൊടുക്കാം. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ഓക്കെ, എന്തോ എറർ വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്തു, ഒരു പ്രൊജക്റ്റ് നിന്ന് റിമൂവ് ചെയ്തു. 9 പ്രൊജക്റ്റ് മാത്രമാക്കി. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കട്ടെ 9 ഡായ്ക്ക് വേണ്ടിയിട്ട്. 10 കൊടുത്തിട്ട് ആവുന്നില്ല. നമുക്ക് ഏതായാലും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം എൻ്റെ $5 ഗ്യാസ് ഫീസ് ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ട്രൈ ചെയ്തിട്ട് അപ്രൂവ് ആവും, സബ്മിറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാനൊരു പ്രൊജക്റ്റ് റിമൂവ് ചെയ്ത് നോക്കി. ചിലപ്പോൾ ഫുൾ പ്രോജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് ആവാം. ഞാൻ ഏതായാലും ഒരെണ്ണം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ആവുന്നില്ല. അപ്പോൾ എന്താ എററെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏതായാലും കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മാക്സിമം ഡായോ അല്ലെങ്കിൽ ഈത്തോ വെച്ച് ട്രൈ ചെയ്യാൻ, രണ്ടും വെച്ച് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ആവുന്നില്ല. നമുക്ക് ഏതായാലും അടുത്തത് നോക്കി നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഇവരുടെ ഫാൻറ്റത്തിൻ്റെ മുകളിലാണ്. അതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി 2 തീയതിക്ക് മുന്നേ ചെയ്താൽ മതി. ടൈം ഏതായാലും തീർന്നിട്ടില്ല. 21 തീയതി. ഞാൻ അവരുടെ ട്വിറ്റർ പേജിൽ പോയി നോക്കി. 8 മണിക്കൂർ മുമ്പാണ് ട്വീറ്റ് വന്നേക്കുന്നത്. ടുമോറോ ഇസ് ദ ലാസ്റ്റ് ഡേ ടു സപ്പോർട്ട് അവർ കൊളാബറേറ്റീവ് പൈലറ്റ് വിത്ത് യൂണിസെഫ് ഇന്നോവേറ്റീവ്. ഇന്ന് രാവിലെ 4 മണിക്കാണ് ഈ ട്വീറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ടൈം ഉണ്ട്. ടൈം കഴിയാത്തതിൻ്റെ അല്ല, ടൈം കഴിഞ്ഞതിൻ്റെ ഇഷ്യൂ അല്ല. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഫാൻറ്റത്തിൻ്റെ മുകളിലുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫാൻറ്റം നെറ്റ്വർക്ക് പോയിട്ട് ആഡ് ചെയ്യാം. ചെയിൻ ലിസ്റ്റിൽ പോയിട്ട് ഫാൻറ്റം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻറ്റം ഒപ്പേറ എന്ന് പറഞ്ഞതുണ്ട്. ഇത് ആഡ് ചെയ്തിടണം. ഇത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഫാൻറ്റം ടോക്കൺസ് ഇതിൽ ഇടേണ്ട. ഈ ഒരു നെറ്റ്വർക്കിൻ്റെ മാറ്റിലേക്ക് സെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോക്കൺസ് ഇതുവരെ എത്തിയിട്ടില്ല. നല്ല ടൈം എടുക്കുന്നുണ്ട് ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫാൻറ്റം നെറ്റ്വർക്കിൽ പോയിട്ട് സെയിം കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊജക്റ്റുകൾ ഇതിൽ ആഡ് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആഡ് ടു ഷോർട്ട് ലിസ്റ്റ് കൊടുക്കുകയാണ്. ഫാൻറ്റം നെയിംസിൽ പോയിട്ട് എന്നിട്ട് ഇവിടെ പോവുക. ഇവിടെ പോയിട്ട് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിവിടെ വരും. അപ്പോൾ നിങ്ങൾ എത്ര ഫാൻറ്റം ടോക്കൺസ് കൊടുക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു $1 ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഫാൻറ്റത്തിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 20 സെൻസ് ആണ് ഒരു ഫാൻറ്റം ടോക്കണിൻ്റെ വില. അപ്പോൾ $1 എന്ന് പറയുമ്പോൾ 5 ഫാൻറ്റം ടോക്കണാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 5 കൊടുക്കുക, അപ്ലൈ ടു കൊടുക്കുക, 5 ഫാൻറ്റം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഡൊണേഷൻ. ഇത്രയേ ഉള്ളൂ. ഇതിനായിട്ട് നിങ്ങൾക്ക് ഫാൻറ്റം ടോക്കൺസ് വേണം. അത് നിങ്ങൾക്ക് ഫാൻറ്റം നെറ്റ്വർക്ക് ആഡ് ചെയ്യണം. ഫാൻറ്റം നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ള ടോക്കൺസ് നിങ്ങൾക്ക് ഏതൊരു എക്സ്ചേഞ്ചിൻ്റെ മുകളിൽ നിന്നും സെൻഡ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഈ ഫാൻറ്റം ടോക്കൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ ഈ ഗിറ്റ് കോയിൻ എക്സ്പ്ലോറിലെ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വയ്ക്കുക. യൂണിസെഫിൻ്റെയും ഫാൻറ്റത്തിൻ്റെയും മാക്സിമം നിങ്ങൾ 5 പോപ്പുകളും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. നിങ്ങൾക്ക് ഗ്യാസ് ഫീസും പോകും. അതേപോലെ തന്നെ സ്റ്റേബിൾ കോയിൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോയിൻസോ നിങ്ങൾ
പേ ചെയ്യേണ്ടി വരും. ഇതൊന്നും ഉറപ്പായിട്ട് എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടല്ല, എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ടോക്കൺസ് വരുവാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗിറ്റ്കോയിൻ ഗ്രാൻസിൽ സാധാരണ ഒരുവിധം പ്രൊജക്റ്റുകളൊക്കെ അവരുടെ ടോക്കൺസ് എയർ ഡ്രോപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏർലി സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതല്ലാതെ ഈ പോപ്പ് ക്ലെയിം ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ NFT ഒക്കെ എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഏതായാലും ഇത് വീണ്ടും ട്രൈ ചെയ്യാനുള്ളതാണ്. എനിക്കറിയില്ല കിട്ടുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ മാക്സിമം ഞാനിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വീഡിയോ കണ്ട പാടെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. എനിക്ക് എന്താണ് എറർ കിട്ടണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ ഏതായാലും നിങ്ങൾക്ക് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ കണ്ട പാടെ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.